കശുവണ്ടി, ബദാം, മിക്സ്ചർ പിന്നെ മസാലപ്പൊടിയും എടുത്തിട്ടുണ്ട്. ടോട്ടൽ എല്ലാം കൂടി 666 രൂപയായിട്ടുണ്ട്. എന്താ ഞങ്ങൾ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾക്ക് നുണ പറയാൻ നാണമാവുന്നില്ലേ? ഞാനെന്താ ഒരു മരം മണ്ടനാണെന്ന് വിചാരിച്ചോ? എന്ത് പറ്റിയങ്ങളെ? എന്തിനാ ഇങ്ങനെ ചൂടാവുന്നത്? ഇവരുടെ ബില്ല് 999 രൂപയാ. പിന്നെ ഇവര് രണ്ടുപേരും ബെഡ്രീനെയും ബെഡാഷിയും 666 രൂപയെന്നാ പറയുന്നേ. അങ്കിളെ, നിങ്ങളും തലതിരിച്ചൊന്ന് നോക്കിയിട്ട് ആ 666 അങ്ങ് വാങ്ങിക്കുന്നേ. അതെ ബെഡ്രീന, ബില്ലില് 999 രൂപ തന്നെയാ. തെളിയിച്ച് കാണിക്കാം. എല്ലാരും ഒന്ന് തലതിരിഞ്ഞു നോക്ക്. നമുക്ക് ഏതായാലും തലതിരിച്ച് പിടിച്ച് നോക്കാം കൊച്ചളിയ. സത്യം തെളിയിക്കാൻ അവർക്ക് ഏതായാലും ഒരു അവസരം കൊടുക്കാന്നേ. കണ്ടില്ലേ ഇപ്പൊ എങ്ങനുണ്ട്? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ദാ കണ്ടില്ലേ? ദാ നോക്ക്, 666. വരൂ ബാറ്റിഷ, ഇവര് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നമ്മുടെ സാധനങ്ങൾ എടുക്കാം. 666 രൂപ കൊടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് വേഗം പോകാം. കൂട്ടുകാരെ, എനിക്ക് 999 രൂപയായിട്ട് തന്നെയാ കാണുന്നത്. പക്ഷെ എനിക്ക് 666 ആയിട്ടാണല്ലോ കാണുന്നേ. അത് അവര് നിങ്ങളെ തല തിരിച്ചു നിർത്തി മണ്ടന്മാരാക്കിട്ട് പോയതാ. എന്നെ പറ്റിച്ചിട്ട് ആ രണ്ട് ദുഷ്ടകൾ കടന്നു കളഞ്ഞു. അവര് വെറുതെ നമ്മുടെ കോപ്പട്ടത്തെ ടേബിൾ നമ്പർ മാറി. രണ്ടിനെ വിടില്ല ഞാൻ. സംശയമുണ്ടോ? താങ്ക് യു. ക്രിസ്, തിരിഞ്ഞു നിൽക്ക്. എന്ത് പറ്റി? നീ എന്താ കളിക്കുന്നില്ലേ? ബാക്കി എല്ലാരും സ്പൈക്സ് ഇട്ടിരിക്കുകയാണ്, പക്ഷെ ഞാൻ നിന്റെ ഷൂ അഴിച്ച് ഞങ്ങളുടെ കയ്യിൽ താ. ഇന്നാ സ്പൈസ് ഉള്ള ഷൂസ്. താങ്ക് യു. ഗോപു ഗോപു, താങ്ക് യു താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ താങ്ക് യു താങ്ക് യു. ഇതെന്തിനാ താങ്ക്സ് ഒക്കെ? കൂട്ടുകാർക്കിടയിൽ താങ്ക്സ് ഒന്നുമില്ല. ഞങ്ങൾ പറഞ്ഞതല്ലേ നീ ഞങ്ങളുടെ ബെസ്റ്റ് കൂട്ടുകാരനാണെന്ന്. അതെ, നിങ്ങൾ എന്താ കളിക്കാൻ വരാത്തേ? മോളെ നമ്മളിങ്ങനെ ഐസ്ക്രീം നോക്കിക്കൊണ്ട് നിന്നാ വീട്ടിൽ പോകാൻ വൈകും. വേഗം നമുക്ക് പോകാം. നീ പറഞ്ഞത് ശരിയാ. പോപ്പട്ടെ, വേഗം പറ, എന്തൊക്കെയാ വാങ്ങിക്കണ്ടേ? മേഡം വാങ്ങാൻ പറഞ്ഞ ഐറ്റംസിന്റെ ലിസ്റ്റേ ദാ ഈ കഴുത ഹണിയുടെ കയ്യിലുണ്ട്.
അയ്യോ ഐറ്റംസിന്റെ ലിസ്റ്റ് പറഞ്ഞു പോയി വേഗം പിടിക്ക്. അതോർത്ത് പേടിക്കണ്ട, സാധനങ്ങളുടെ ലിസ്റ്റ് ഇതാ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. പറന്നു പോയതേ സാധനങ്ങൾ മേടിക്കാനുള്ള കാശാണ്. പോസ്റ്റിന്റെ മുകളിലുണ്ട്. സത്യത്തിന് നോട്ട് 100-ന്റെയാ. കഷ്ടപ്പാട് ഓട്ടം കണ്ടു കഴിഞ്ഞാല് 1000-ന്റെ നോട്ടാന്ന് വിചാരിക്കും. ഐഡിയ. നോട്ട് കിട്ടി. കൊള്ളല്ലോ കൊച്ചളിയ, ഒരു നാരങ്ങയും കിട്ടി, പോയ 100-ന്റെ നോട്ടും കിട്ടിയല്ലോ. സോർദാറെ വേഗം ക്യാച്ച് ചെയ്യ്, പിടിക്ക്. അത് ഹണിയാണ്. ഹണിയുടെ പേരിലുള്ള കുപ്പിയല്ല, വേഗം പോയി പിടിക്കാനായിട്ട്. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും മുകളിൽ എത്തിയില്ലേ, ഇനി ഇങ്ങനെ താഴോട്ട് വരിക. ഇതല്ലാതെ നിങ്ങക്ക് വേറൊന്നും പറയാനില്ലേ? ഞാനൊന്നും പറഞ്ഞതല്ല, വേദന കൊണ്ട് കരഞ്ഞതാ. അയ്യോ ചേട്ടാ, ചേട്ടാ പൊന്നു ചേട്ടാ, ഞങ്ങളെ ഇങ്ങനെ എടുത്തിട്ട് അലക്കല്ലേ ചേട്ടാ. എനിക്ക് നന്നായിട്ട് കരച്ചിൽ വരുന്നുണ്ട് ചേട്ടാ, മാപ്പ് ചേട്ടാ. നിങ്ങളുടെ തല തിരിഞ്ഞ ജീവിതം കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ പറ്റിക്കാൻ നോക്കി. ഇതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും. അത് ശരി, എന്നാ പിന്നെ ഞാൻ പോയി കുറച്ച് ചില്ലറ എടുത്തോണ്ട് വരാം. എന്തിന്? ഇതാ ഇപ്പൊ പോപ്പട്ടല്ലേ പറഞ്ഞത് ഇവർക്ക് ഭിക്ഷ കൊടുക്കുമെന്ന്. ഓ, ഇവിടെ ബാറ്റ്സിനാണ് തലതിരിവ്, അതിന്റെ ഒപ്പം ഹണിയുടെ തലതിരിഞ്ഞ ഡയലോഗും. ഇന്ന് മൊത്തത്തിൽ തലതിരിവാണല്ലോ ദൈവമേ. ഹായ്, ഐ ആം ബണ്ണി. ഹായ്, ഐ ആം ഹണി. ഞാൻ സോർദാറാണ്. കൂട്ടുകാരെ, ഇവൻ നമ്മളെ പേടിച്ച് പാലത്തിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അത് അപകടമാകാൻ സാധ്യതയുണ്ട്. ചേട്ടാ, നിനക്ക് ഞങ്ങൾ നല്ല മുദ്ര തരാം. നിൽക്കവിടെ. എന്റെ കീസയിൽ ഫോണില്ല, എന്നിട്ട് ഈ കാലുകൾ എന്തെങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നേ? പേടിച്ചിട്ടാണ് കാലുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നത്. അല്ലാതെ നിനക്കെങ്ങനെ അറിയാ? കാരണം എന്റെ കാലുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നുണ്ട്. ചേതക്, നീ പേടിക്കേണ്ട ആവശ്യമില്ല. നിന്റെ കൈയിങ്ങ് താ.
കൂട്ടുകാരെ എന്റെ കയ്യില് മുറുകെ പിടിച്ചോ. ചേതക്, നിന്നെ ഞാൻ ഒരിക്കലും വിടില്ല. നീ വീണ്ടും ആ കൊച്ചിനെ ഭീഷണിപ്പെടുത്തുവാണോ? എടാ, ഞാൻ കാഷ്വൽ ആയിട്ട് പറഞ്ഞതാ. ഞാൻ വിടില്ല, അല്ലെങ്കിൽ താഴെ വീഴും നീ. നോക്കിക്കോ, എന്റെ വിജയം കണ്ട എല്ലാവരുടെയും മൂക്ക് ചുമക്കും. വേണ്ട, എനിക്ക് എന്തായാലും ചോപ്പ് വേണ്ട. എനിക്ക് മഞ്ഞ മതി. കാരണം എനിക്ക് ചോപ്പ് ഒട്ടും ഇഷ്ടമല്ല. എടാ, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥമേ നീയൊക്കെ തോക്കുമെന്നാണ്. എടാ, നീ തോപ്പിക്കോ അതോ മൂക്കിനെ ചോപ്പിക്കോ? എന്തിനിങ്ങനെ വെറുതെ കൺഫ്യൂഷൻ ആക്കുന്നേ? എടാ, ഞാൻ പറഞ്ഞത് ഡിഫീറ്റ് എന്നാ. 2 ഫീറ്റ് എന്ന് കേട്ടിട്ടുണ്ട്, 3 ഫീറ്റ് എന്നും കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ഡിഫീറ്റ് എന്ന് മാത്രം കേട്ടിട്ടില്ല. ഓ, നിന്റെ അടുത്ത് ഇങ്ങനെ സമയം കളയുന്നതിനേക്കാൾ മ്യൂച്വൽ ഫണ്ട്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഓഫർ ഡോക്യുമെന്റ്സ് പഠിക്കുന്നതായിരിക്കും നല്ലത്. അതൊരു നല്ല ടൈം പാസ് ആകുകയും ചെയ്യും. സംശയമുണ്ടോ? വേഗം വാ, നമുക്ക് എന്തെങ്കിലും കളി തുടങ്ങാം. വേഗം വാ. ആ, ആ. ഏ, ആ, ആ. അയ്യോ. അല്ല, ഈ പോപ്പട്ടി എങ്ങോട്ടാ പോയതാ? ചിലപ്പോ ബോളിനോടൊപ്പം തന്നെ അവൻ തിരിച്ചു വരും. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ പോപ്പട്ടെ? ശരി, വാ, നമുക്ക് വേറെ എന്തെങ്കിലും പോയി കളിക്കാം. ചിലപ്പോ ഈ ബോളിങ് പോപ്പട്ടിനെ ചമ്മന്തിയാക്കാനും സാധ്യതയുണ്ട്. എടാ ഹണി, നീ എന്തായി ചെയ്യുന്നേ? സമയം കട്ട് ചെയ്ത് കളയുക. ഇന്ന് വല്ലാതെ ബോറടിക്കുന്നുണ്ട്. 1 മണിക്കൂർ പോലും 60 മിനിറ്റ് പോലെയാ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ 1 മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് തന്നെയാ. അല്ലേ അല്ല, 1 മണിക്കൂറിൽ 360 സെക്കൻഡ്സ് ആണ് ഉള്ളത്. അതെപ്പോഴും 60 മിനിറ്റ് ആയത്? എന്നിട്ട് ആ കാര്യം എന്താ നിങ്ങളാരും എന്നോട് പറയാണ്ടിരുന്നത്? എനിക്കും വല്ലാതെ ബോറടിച്ചത് കൊണ്ട് ഞാൻ മനഃപൂർവ്വം കിച്ചണിൽ വെച്ച് ബട്ടർ താഴെ ഇട്ടു. അത് വൃത്തിയാക്കാൻ പറഞ്ഞ് മാഡം പിണങ്ങിയാൽ മാത്രമേ ഇന്നത്തേക്ക് നേരം പോകുള്ളൂ എനിക്ക് തോന്നുന്നത്. പക്ഷേ കൂട്ടുകാരെ, നമുക്കെന്തിനാണ് ബോറടിക്കുന്നത്? നമ്മൾ ബോറടിച്ച് ടൈം വെറുതെ വേസ്റ്റ് ആക്കുകയാണ്. പിന്നെ എന്ത് ചെയ്യാനാ? പുറത്ത് നല്ല കാറ്റായതുകൊണ്ട് ക്രിക്കറ്റ് പോലും കളിക്കാൻ പറ്റില്ല. സംശയമുണ്ടോ? അഥവാ നമുക്ക് പുറത്തിറങ്ങാൻ സാധിച്ചിരുന്നെങ്കിൽ ഞാനൊരു സഫാരി നടത്തിയെന്നെ. കുതിരയുടെയും ആനയുടെയും ഇടയിൽ കൂടെ ഓടിക്കളിച്ചേനെ. അതെ, കൂടാതെ ഞാൻ ആനപ്പുറത്ത് കയറി ഈ നാട് മൊത്തം ചുറ്റി കണ്ടേനെ. ഒരു രാജാവിനെ പോലെ ജീവിച്ചേനെ ഞാൻ. എന്തായാലും അത് കൊള്ളാം. സ്വപ്നത്തിലെങ്കിലും നീ മണ്ടത്തരം ഒന്നും കാട്ടിക്കൂട്ടുന്നില്ലല്ലോ. ഭാഗ്യം. അതെ കൂട്ടുകാരെ, നമുക്കൊരു ഗെയിം അങ്ങ് കളിച്ചാലോ? രാജാവ് റാണിയുമുള്ള ഗെയിം. കുതിരയും ആനയും ഉണ്ടാവും, പിന്നെ പടയാളികളെയും കാണാൻ സാധിക്കും. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുള്ള കളി ആയതുകൊണ്ട് ഒരു കാരണവശാലും ബോർ അടിക്കുകയേ ഇല്ല. ആണോ? അത് ഗെയിമാണ്. ആ ഗെയിമാണ് ചെസ്. കുതിര രക്ഷപ്പെടില്ല. 4 വശത്തു നിന്നും വളഞ്ഞു കഴിഞ്ഞു. അച്ഛാ, ഞാനൊരു കൊച്ചാണച്ചാ. അവര് പറഞ്ഞത് കേട്ടോ അച്ഛാ? എന്ത് ചെയ്യണമെന്ന് പറയച്ചാ. ആകെ സീനായല്ലോ അച്ഛാ. അപ്പച്ചാ, ദാ, ഞാൻ ആനയും തെറിപ്പിച്ചു. ഇപ്പതാ തേരും പോയി. ഇനി കുതിരയെ ബാക്കിയുള്ളൂ. അയ്യോ, പാവം കുതിരയാണേ. ഒട്ടകമാണെന്ന് കരുതിയേക്കല്ലേ. ഇതിപ്പോ ആനയാണെങ്കിൽ ഒട്ടകത്തെ തട്ടിക്കളഞ്ഞു. ഇപ്പൊ കുതിരയുടെ നോക്കാ തിരിച്ചിരിക്കുന്നത്. ഇവർ അപകടകാരികളാണെന്നാ തോന്നുന്നത്. അയ്യോ, ഈ കുരുത്തക്കെട്ട ചക്ക ഇത് എങ്ങോട്ടാ പോയത്? ചേതക്, 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 ചേതക്. ഈ ചെക്കൻ ഇത് എവിടെയാ പോയിരിക്കുന്നത്? ചേതക്, ചേതക്, ചേതക്. ഈ കുതിര, നിനക്കെന്താടാ വട്ടുപിടിച്ചോ? നീ എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? കുതിര. അതിന് ഒരു കുതിരയല്ലേ തട്ടിയോളൂ. ഇനി അടുത്ത കുതിരയും വൈകാതെ തട്ടും ഞാൻ. നീ കണ്ടോ വലിയളിയാ? ഓഹോ, അത് ശരി. അപ്പൊ നിങ്ങൾ ചെസ് കളിക്കായിരുന്നു അല്ലേ? ദാ നോക്കി, ഹണി ചെസ് കളിക്കുന്ന കണ്ടിട്ട് ഈ കുതിരക്ക് പോലും ഷോക്കായി പോയി. നിങ്ങളല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞ കുതിര 4 പാടും വളഞ്ഞെന്നും പിന്നെ തട്ടുമെന്നും ഒക്കെ. അതിന്റെ കൺഫ്യൂഷൻ കാരണം എന്റെ മോൻ ചേതക്ക് പെട്ടെന്ന് പേടിച്ച് എങ്ങോട്ടൊന്നില്ലാതെ ഓടിപ്പോയി.
ഇല്ലില്ല, കുതിരയാണ് ഒട്ടകമാണെന്ന് വിചാരിച്ചേക്കല്ലേ. അയ്യോ, അതിന് ചെസ്സിലെ കുതിരയെ പറ്റിയാണ് ഞങ്ങൾ പറഞ്ഞത്. എന്റെ അമ്മോ, കൂട്ടുകാരെ, ഈ സിറ്റി വളരെ വലുതാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് ഇയാളുടെ കുട്ടിയെ കണ്ടെത്തണം. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിങ്ങളുടെ മോനെ കണ്ടുപിടിക്കാനായിട്ട് ഞങ്ങൾ നിങ്ങളെ സഹായിക്കും. എങ്ങോട്ടാ അവൻ പോയത്? എങ്ങോട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്? പോവാം. അയ്യോ മക്കളെ, ഞാൻ ജസ്റ്റ് തലയൊന്ന് ചൊറിഞ്ഞതാ. അവൻ എങ്ങോട്ടാ പോയത്? അയാൾ അവിടേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വാ പോകാം. അയ്യോ, ഞാൻ വീണ്ടും തല ചൊറിഞ്ഞതാണ്. നിക്കവിടെ. ഒന്ന് വേഗം പറ, ആ ചെക്കൻ ഏത് സൈഡിലോട്ടാ പോയത്? അയ്യോ, അതറിയില്ല. കൂട്ടുകാരെ, വാ, നമുക്ക് തന്നെ പോയി അന്വേഷിക്കാം. വേഗം വാ. അതെ അങ്കിളെ, അങ്കിളിന്റെ മകൻ വല്ല ഡോണോ മറ്റോ ആണോ? അല്ല, എന്തേ? അങ്ങനെയാണെങ്കിൽ ഒരു അണ്ടർവേൾഡിലേ കാണുള്ളൂ. ഈ പരിസരത്ത് എങ്ങും അവനെ കാണാനില്ല. കുറച്ചു നേരത്തേക്ക് ഞാനൊന്ന് തള്ളിക്കോട്ടെ. കുടു 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 തക്കുടു, കുടു 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 തക്കുടു, നോക്ക് കുടു കുടു. വഴി കൂടെ പോകുമ്പോ നോക്കി ശ്രദ്ധിച്ചു പോകൂടെ? താൻ എന്തിനാ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നത്? ഇത് കൊണ്ടൊന്നും ഞാൻ പേടിക്കുന്ന പ്രശ്നമില്ല. ഇതിന് എനിക്കിടയ്ക്ക് പേടി വരാറുണ്ട്. പോയി സ്വന്തം കാറിൽ ചെന്ന് ഇരിക്കാൻ നോക്ക്. അയ്യോ, സീൻ അത്ര ശരിയല്ലല്ലോ. ഇവിടെ രക്ഷപ്പെടുന്നത് നല്ലത്. അങ്കിളെ, അങ്കിളുടെ കയ്യില് ചേതക്കിന്റെ ഫോട്ടോ വല്ലതും ഉണ്ടോ? ഫോട്ടോ ഉണ്ടെങ്കിൽ അന്വേഷിക്കാൻ എളുപ്പമായിരിക്കും. എന്തായാലും അവന്റെ ഫോട്ടോ നിങ്ങളുടെ കയ്യിലുള്ളത് നന്നായി. ഇപ്പൊ ഇവിടെ ഉള്ള ആൾക്കാരോട് ചോദിച്ച് അവനെ പെട്ടെന്ന് കണ്ടുപിടിക്കാം. നിങ്ങൾ ഇവനെ എവിടെയെങ്കിലും കണ്ടായിരുന്നു ആന്റി? സർദാറെ, നീ ആ ചേച്ചീനെ ആന്റിന്ന് വിളിച്ച് കളിയാക്കിയതേ അവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നാ തോന്നുന്നേ. അയ്യോ അല്ല, അവർ ചേത്തക്കിന്റെ ഫോട്ടോ കണ്ടിട്ടാണ് ദേഷ്യം വന്നത്. ഓ, അത് ശരി. ആ തലതെറിച്ച ചെക്കൻ നിങ്ങളുടെ കൂട്ടുകാരനായിരുന്നല്ലേ? എടാ, ഞങ്ങളുടെ മക്കൾക്ക് ആട്ടുംപാല കൊടുക്കുന്നത്, എങ്കിലേ പശുമ്പാല് ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റൂ. നിങ്ങളുടെ കൂട്ടുകാരൻ വന്ന് ആ പാത്രത്തിലെ പാല് മുഴുവൻ നശിപ്പിച്ചു. ഇനി ആ നഷ്ടം മുഴുവൻ ആരാ നികത്തുന്നേ? പിടിക്കോമാരെ, ശരി, വാ വാ, നമുക്ക് വേറെ എന്തെങ്കിലും കളിക്കാം. നീ വെറുതെ ഇവിടെ നിന്ന് കരയണ്ട. താനവരമ്പത്ത് നിങ്ങളെല്ലാവരും നല്ലവരാണ്. താങ്ക് യു കൂട്ടുകാരാ. എടാ വേഗം വാ, നമുക്ക് പോയി ഊഞ്ഞാലാടാം. ഊഞ്ഞാല് വേണ്ട, ഊഞ്ഞാല് വേണ്ട. നമുക്ക് പോയി എന്തെങ്കിലും കഴിക്കാം. എനിക്ക് നല്ല വിശപ്പുണ്ട്. അല്ല പിന്നെ
നീ ഒരു മുള്ളിങ് തന്നേ. താങ്ക് യു. ഇവന് കഴിക്കുന്നതും മുള്ളു തന്നെ ആയിരിക്കും ഇഷ്ടമെന്നാ തോന്നുന്നത്. എടാ, ഞാൻ മുള്ളെന്ന് പറഞ്ഞത് സ്പൈസിയാണ്. ഒരു തമാശ പോലും പറയാൻ അനുവദിക്കില്ലേ നിങ്ങള്? താങ്ക് യു. എന്തു പറ്റി? നിങ്ങൾക്കും കാണണമല്ലേ?